ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് ഫുൾ കാർഡുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരു വലിയ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ യാത്രയ്ക്ക്, അതായത് അത് നിങ്ങളുടെ കരിയറിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലാവാം. അപ്പോൾ ഇതിലെല്ലാം ഒരു പുതിയ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഉടൻ നിങ്ങൾ എടുത്ത് ചാടരുത് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുൻപ് ആവശ്യത്തിന് നിങ്ങൾ വിശ്രമിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുകയും ഒക്കെ ചെയ്യുക എന്നാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പുതിയൊരു സാഹസികമായ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകാനും നിങ്ങളുടെ ഊർജം നിങ്ങൾ വീണ്ടെടുക്കാനും സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഊർജം തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പരാജയത്തിൽ നിന്നോ എല്ലാം തന്നെ നിങ്ങൾ പൂർണ്ണമായി മുക്തി നേടി വേണം നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്നാണ്. അപ്പോൾ ഭയമില്ലാതെ ശുദ്ധമായ മനസ്സോടെ, അതായത് ആ ഒരു ഫൂളിൻ്റെ ഊർജത്തിലേക്ക് കടക്കാൻ ഈ ഒരു 4 ഓഫ് സോഡ്സ് നിങ്ങളെ സഹായിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു റിക്കവറി ഉണ്ടാകും എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് എങ്ങു നിന്നുമില്ലാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അത് നിങ്ങളെ വിട്ടുമാറി തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് രണ്ടാമതായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതിൽ ടെമ്പറൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ക്ഷമയുണ്ട്, എന്നാൽ പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നല്ല ബാലൻസിൽ നിങ്ങളുടെ ജീവിതം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെയും നമുക്ക് ദൈവം തന്ന പരീക്ഷണങ്ങളായിരുന്നു എന്ന്. അപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത്
നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ സമയം എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അഭിപ്രായം പറയാനോ ഒന്നും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കാനുള്ളൊരു സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു പ്രണയമാണ് ഈ ഒരു സമയം നിങ്ങൾ കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിലും സെയിം ആയിട്ടുള്ളൊരു കാര്യം തോന്നിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ ചില വ്യക്തികളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡ്യൂഷൻസ് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗട്ട്ഫുൾ ആകാതിരിക്കുക. നമ്മൾ സംശയിക്കുമ്പോഴാണ് നമുക്ക് വരേണ്ടുന്ന കാര്യങ്ങൾക്ക് ബ്ലോക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഒരു കാര്യങ്ങളിലും സംശയിക്കാതിരിക്കുക. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരുമായിട്ട്, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം. അപ്പോൾ അവരുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു മത്സരബുദ്ധി തോന്നിയേക്കാം. അപ്പോൾ എല്ലാ മത്സരങ്ങളും ജയിക്കാൻ പറ്റുന്ന മത്സരങ്ങളല്ല. ചില മത്സരങ്ങളിലൊക്കെ നമ്മൾ താണു കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജയിക്കുന്നത്. നമ്മൾ ഒരുപാട് സംസാരിച്ച് അവരുടെ മുന്നിൽ നമ്മളാണ് ശരിയെന്ന് വാദിക്കേണ്ടയോ ഒന്നും തന്നെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തേക്കുക. നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും എല്ലാം തന്നെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ തോറ്റു കൊടുക്കുകയല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചുറ്റും കുറേയധികം ആളുകൾ നിങ്ങളോട് മത്സരബുദ്ധിയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ടൊരു പ്രശ്നം, അത് ചിലപ്പോൾ നിങ്ങളുടെ ലവർ ആകാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, അങ്ങനെ ആരുമാകട്ടെ, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കുള്ളത് അങ്ങോട്ട് കൊടുക്കാനും അവിടെ നിന്നും അല്ലെങ്കിൽ അവരിൽ നിന്നും ഇങ്ങോട്ട് വാങ്ങാനുമാണ് എപ്പോഴും ശ്രമിക്കുന്നത്. എക്സ്ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് അല്ല ആവശ്യം, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൽ 2 പേരും 2 കപ്പുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതിൽ 2 പേരുടെയും കപ്പ് അവരുടെ കയ്യിൽ തന്നെയാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരു എക്സ്ചേഞ്ച് ആണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. തിരിച്ച് ആ വ്യക്തിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. പലപ്പോഴും അത് കിട്ടാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഇനഫാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. അതല്ല അവരുടെ സ്നേഹമുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും അവരൊരു മൂല്യവും തരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായും വിട്ടുകളയാനും ഒന്ന് ശ്രമിക്കുക. കാരണം ചില റിലേഷൻഷിപ്പ് നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാകണം എന്നില്ല. ഈ ഒരു വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ നമ്മളോട് പെരുമാറണമെന്നില്ല. അപ്പോൾ
നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് കാണണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആളുകൾ നിങ്ങളെ വന്ന് കാണാനും നിങ്ങളോട് സൗഹൃദം പങ്കിടാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മണി എനർജി കൂടുതലായിരിക്കും. നിങ്ങളുടെ ബിസിനസ് സംബന്ധമായോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗൈഡൻസോ അതൊക്കെ എവിടെ നിന്നോ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൈസ സംബന്ധമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഇതിൽ നിങ്ങൾക്ക് അബൻഡൻസ് വരാനുള്ള കുറേ വഴികൾ തീർച്ചയായിട്ടും ഈശ്വരൻ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ധാരാളം പൈസ വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം കാണുന്നത്. അപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് വേദനിച്ചിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ അത് നിങ്ങൾക്ക് സ്വയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് സ്വയം ചിലവഴിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റാരോടും ചോദിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൈസ ചിലവഴിക്കാൻ പാകത്തിന് ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അത്തരത്തിൽ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പൈസ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകമാണ്. നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് പൈസയാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അത് ഉയർത്തും. നമുക്ക് എല്ലാ കാര്യവും മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അതിനാൽ ഈ ഒരു സമയം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. നല്ല സ്നേഹവും ആരോഗ്യവും അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ്. ഇവിടെ എംപ്രസും വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ തൊട്ടു താഴെയാണ് എംപ്രസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണിത്. ധാരാളം ബിസിനസ് ഈ സമയം നിങ്ങൾക്ക് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ പാസ്റ്റിലെ ഏതെങ്കിലും പൈസയൊക്കെ നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ ആ ഒരു പൈസയൊക്കെ നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ ഒരു സമയം നിങ്ങൾക്ക് അബൻഡൻ്റ് ആയിട്ടിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ നന്ദി പറയുക. പിന്നെ ഇവിടെ ഹെർമിറ്റാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് തൊട്ടു താഴെ ഡെവിളും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഏതെങ്കിലും മോശം ശീലത്തിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്നോ നിങ്ങൾ പുറത്ത് കടക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് പുറത്ത് കടക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഇതിനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾ സ്വയം തനിച്ചിരുന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വഞ്ചനയിലോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പറ്റിക്കുന്ന ആ ഒരു അവസ്ഥയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ചില ആളുകളുടെ വഞ്ചനയിലൊക്കെ അകപ്പെട്ടു പോയ ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് പറ്റിക്കുന്ന ഒരു അവസ്ഥ.
മനസ്സ് നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നതാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഹെർമിറ്റിൻ്റെ വെളിച്ചം ഉപയോഗിച്ച് ഡെവിളിൻ്റെ മായാവലയം തകർക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാണായാമം ചെയ്യുക, അതുപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ അറുത്തുമാറ്റാൻ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചവും വിവേകവും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം ഒറ്റയ്ക്കിരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സമയം നിങ്ങളൊന്ന് ശാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുവാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ അതിനാണ് നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ശാന്തമായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലോ അതിലൊക്കെ ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു സമൃദ്ധിയും സ്നേഹവും ഒരു ഗ്രോത്തുമൊക്കെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതിയുള്ളൊരു സമയമാണ്. അതുപോലെ കുടുംബവുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനും അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പുതിയ സൃഷ്ടികൾ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ പ്രഗ്നൻസിയൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പുതിയ ഐഡിയ ഉണ്ടാകും. അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല സ്പിരിച്വലായിട്ടുള്ള ഇൻഡ്യൂഷൻസ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ സ്റ്റാറാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഹീല് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാറാണ്. സ്റ്റാർ എന്ന് വെച്ചാൽ ഏറ്റവും അധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ശരിക്കും ദീർഘകാലമായിട്ട് ഒരു ഫിനാൻഷ്യൽ അബൻഡൻസ് കൊണ്ടുവരുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടി മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ ഈ സമയം തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതിരുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയാകാം. അപ്പോൾ അത്തരത്തിലൊരു മറുപടിയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ ചില ആൾക്കാർക്കുള്ള മറുപടിയാകാം. അപ്പോൾ എന്തായാലും അവർക്കൊരു മറുപടി പോലെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്ന വ്യക്തികൾ നിങ്ങളെ കൂടിയേ തീരൂ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്ത വരുത്താനുമൊക്കെ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കുറേയധികം ആളുകൾക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാർ ആയിട്ട് മാറാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫലം ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിതച്ച വിത്തുകൾ അത് വളരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അത് വളരുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് വേര് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലം അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്.
അപ്പോൾ അതിനുള്ളൊരു സമയമായിട്ടുണ്ട്. അതിനാൽ നിങ്ങളിവിടെ ഡൗട്ട്ഫുൾ ആവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ക്ഷമയുണ്ടാവുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല മറ്റുള്ളവർ നമ്മളെ എപ്പോഴെങ്കിലും വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മ അവർ ഈ ഒരു സമയം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വിഷമിച്ച ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ദൈവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു ഗുഡ് കർമ്മ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ദ്രോഹിച്ച ആളുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് പോയ ആ ഒരു ആളുകളൊക്കെ തന്നെയും അതിൻ്റെ ആ ഒരു കർമ്മഫലം ഈ ഒരു സമയം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മളെപ്പോഴും നമ്മളെയാണ് വിശ്വസിക്കേണ്ടത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയോ ഒന്നുമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം പല സാഹചര്യങ്ങളിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരാകണം എന്നാണ്. നമുക്ക് നമ്മൾ തന്നെ ഇനഫാണ് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ കോൺഫിഡൻസ് വേണം. അപ്പോൾ ഈ സമയം എന്തോ ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. കാരണം അത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പോൾ നമ്മളൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഈ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, ഈ ഒരു കാര്യത്തിന് ഞാനിപ്പം ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഒന്നിനും പ്രതികരിക്കാതിരിക്കുക എന്നൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ പല ചിന്തകളും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ നെഗറ്റീവാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങളും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നിങ്ങളുടെ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. അതായത് ഇത് മറ്റാരെങ്കിലും നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നൊരു തീരുമാനം ഈ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പൈസ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ പൊരുതി മുന്നേറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് മാറ്റി
ഒരു ആക്ഷൻ എടുക്കണം എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.